ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ക്രിസ്മസിന് അവധി ആയതിനാൽ ഇന്ന് പത്രങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പ്രേംചന്ദ് ഫെലോഷിപ്പ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഷെറിംഗ് താഷി. ഭൂട്ടാൻ സാഹിത്യകാരനായ ഷെറിംഗ് താഷിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പ്രേംചന്ദ് ഫെലോഷിപ്പ് ലഭിച്ചത്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച ലഗഡോങ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്തിലാണ് 2023 ഭൗമസൂചിക പദവി ലഭിച്ച ലഗഡോങ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥി ആരാണ്? ഉമ എസ്. കേരളത്തിലെ വിദ്യാർത്ഥിയായ ഉമ എസിനെയാണ് യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയി തിരഞ്ഞെടുത്തത്. കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യൂണിസെഫിന് വേണ്ടി വീഡിയോ, ഓഡിയോ കണ്ടന്റുകൾ നിർമ്മിക്കുകയാണ് ഉമയുടെ ചുമതല. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA അംഗീകാരം നൽകിയ സിക്കിൾ സെൽ അനീമിയ രോഗത്തിനുള്ള 2 ജീൻ തെറാപ്പി ചികിത്സകളുടെ പേരെന്താണ്? കാസ്ഗവി, ലിഫ്ജീനിയ. കാസ്ഗവി, ലിഫ്ജീനിയ എന്നീ 2 ജീൻ തെറാപ്പി ചികിത്സകൾക്കാണ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA സിക്കിൾ സെൽ അനീമിയ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് അംഗീകാരം നൽകിയത്. സിക്കിൾ സെൽ അനീമിയ രോഗം മലയാളത്തിൽ അരിവാൾ കോശരോഗം എന്നാണ് അറിയപ്പെടുന്നത്. മൈസൂർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർണാടക ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ ലോഗോയിലെ ആനയ്ക്ക് നൽകിയ പേരെന്താണ്? ഗജ്ജു ആന. മൈസൂർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർണാടക ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ ലോഗോയിലെ ആനയ്ക്ക് നൽകിയ പേരാണ് ഗജ്ജു ആന. അവർ ഹെറിറ്റേജ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന ടാഗ് ലൈനും മൈസൂർ ടൂറിസവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയതാണ്. അവർ ഹെറിറ്റേജ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന ടാഗ് ലൈൻ മൈസൂർ ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ആദ്യ ഡെൽറ്റ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലോക്ക് ഏതാണ്? തിരിയാനി കുമരം ഭീം ബ്ലോക്ക്. തെലങ്കാനയിലെ തിരിയാനി കുമരം ഭീം ബ്ലോക്കാണ് നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ആദ്യ ഡെൽറ്റ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലോക്ക്. ഉത്തർപ്രദേശിലെ കൗശാംബി ബ്ലോക്കാണ് 2-ാം സ്ഥാനത്ത്. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമുള്ള 500 ബ്ലോക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് തുടങ്ങിയ പദ്ധതിയാണ് ആസ്പിരേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം ABP. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചൈന ഏർപ്പെടുത്തിയ പുതിയ സംവിധാനത്തിന്റെ പേരെന്താണ്? വൺ പ്രൊവിൻസ് വൺ പോളിസി. വൺ പ്രൊവിൻസ് വൺ പോളിസി, ഒരു പ്രവിശ്യ ഒരു പദ്ധതി എന്ന സംവിധാനമാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചൈന ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം. ഓരോ പ്രവിശ്യകളും സ്വന്തമായി ഓരോ പദ്ധതി വികസിപ്പിച്ച് പ്രതിസന്ധി മറികടക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ട്രക്ക് ഡ്രൈവർമാരുടെ ക്യാബിനുകളിൽ AC നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? 2025 ഒക്ടോബർ. ട്രക്ക് ഡ്രൈവർമാരുടെ ക്യാബിനുകളിൽ AC നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം 2025 ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന N2
N3 ട്രക്കുകളിലെ ഡ്രൈവർമാരുടെ ക്യാബിനുകളിലാണ് 2025 ഒക്ടോബർ മുതൽ AC നിർബന്ധമാക്കിയത്. കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സ്മൃതി വനം സുഗത വനം എന്ന പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെ രാജ്ഭവനിലാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ രാജ്ഭവനിലാണ് കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സ്മൃതി വനം സുഗത വനം എന്ന പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. മലയാളിയായ CV ആനന്ദബോസാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ഏതാണ്? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി റവന്യൂ ഡിവിഷണൽ ഓഫീസിനാണ് കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റവന്യൂ ഡിവിഷണൽ ഓഫീസ്, RDO ഓഫീസ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്താണ് ISOയുടെ പൂർണ്ണ രൂപം? ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ 2023 നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? വിൻബാക്സ് 2023. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ 2023 നടത്തിയ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് വിൻബാക്സ് 2023. 2023 ഡിസംബറിൽ വിയറ്റ്നാമിലെ ഹനോയിൽ വച്ചാണ് ഈ സൈനികാഭ്യാസം നടന്നത്. തടവിൽ കഴിയുന്ന 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദിക്കു വേണ്ടി നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആരാണ്? അലി കിയാന റഹ്മാനി. നർഗീസ് മുഹമ്മദിയുടെ ഇരട്ട കുട്ടികളായ അലി കിയാന റഹ്മാനി എന്നിവരാണ് തടവിൽ കഴിയുന്ന 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദിക്കു വേണ്ടി നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ്? കബീർ ബേദി. ഇന്ത്യൻ ചലച്ചിത്ര താരമായ കബീർ ബേദിക്കാണ് 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചത്. 2023 33ാമത് വ്യാസ് സമ്മാൻ ലഭിച്ച ഹിന്ദി എഴുത്തുകാരി ആരാണ്? പുഷ്പ ഭാരതി. ഹിന്ദി എഴുത്തുകാരിയായ പുഷ്പ ഭാരതിക്കാണ് 2023 33ാമത് വ്യാസ് സമ്മാൻ ലഭിച്ചത്. ഒരു ഇന്ത്യക്കാരന്റെ ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത രചനയ്ക്ക് KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ. പുഷ്പഭാരതിയുടെ യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന ഓർമ്മക്കുറിപ്പുകൾക്കാണ് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ചീറ്റ ബ്രീഡിംഗ് സെന്ററുകൾ സ്ഥാപിതമാകുന്ന ബന്നി പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ചീറ്റ ബ്രീഡിംഗ് സെന്ററുകൾ സ്ഥാപിതമാകുന്ന ബന്നി പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ബന്നി പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. 2023 ഡിസംബറിൽ തമിഴ് സാംസ്കാരിക നേതാവായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിതമായത് ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് 2023 ഡിസംബറിൽ തമിഴ് സാംസ്കാരിക നേതാവായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിതമായത്. ഫ്രാൻസിലെ സെർജിയിലാണ് തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ചന്ദ്രനിൽ ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? പെരഗ്രിൻ ലൂണാർ ലാൻഡർ. പെരഗ്രിൻ ലൂണാർ ലാൻഡർ എന്ന സ്വകാര്യ പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം. സ്വകാര്യ പങ്കാളിത്തത്തോടെ ചാന്ദ്ര ദൗത്യങ്ങൾ നടത്തുന്നതിനുള്ള നാസയുടെ പദ്ധതിയായ കൊമേഴ്ഷ്യൽ ലൂണാർ
പേലോഡ് സർവീസസ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ആസ്ട്രോബോട്ടിക് എന്ന സ്വകാര്യ കമ്പനി വികസിപ്പിച്ചതാണ് പെരഗ്രിൻ ലൂണാർ ലാൻഡർ. അജന്ത എല്ലോറ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ജാവേദ് അക്തർ. ജാവേദ് അക്തറിനാണ് അജന്ത എല്ലോറ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? UAI. വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് UAI. യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI എന്നതാണ് UAIയുടെ പൂർണ്ണ രൂപം. മോർണിംഗ് കൺസൾട്ടൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? നരേന്ദ്ര മോഡി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡിയാണ് മോർണിംഗ് കൺസൾട്ടൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ സ്ഥാപിതമാകുന്നത്. ജപ്പാന്റെ സഹകരണത്തോടെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ സ്ഥാപിക്കുന്നത്. 2023 ഡിസംബറിൽ ക്രാസ്നോയാർസ്ക്, എംപറർ അലക്സാണ്ടർ III എന്നീ പേരുകളിലുള്ള 2 ആണവ അന്തർവാഹിനികൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് 2023 ഡിസംബറിൽ ക്രാസ്നോയാർസ്ക്, എംപറർ അലക്സാണ്ടർ III എന്നീ പേരുകളിലുള്ള 2 ആണവ അന്തർവാഹിനികൾ പുറത്തിറക്കിയ രാജ്യം. 2023 ഡിസംബറിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ജാസ്പർ. ജാസ്പർ എന്ന ചുഴലിക്കാറ്റാണ് 2023 ഡിസംബറിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. 2030ഓടെ ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനത്തിനാണ് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിനാണ് 2030ഓടെ ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനത്തിനാണ് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.